നേട്ടങ്ങളുടെ പിന്നാലെ പാഞ്ഞ് ജീവിതാനുഭവങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന കാലഘട്ടത്തിലൂടെയാണല്ലോ ആധുനിക ജനത കടന്നു പോകുന്നത്. അവരോട് യഥാർത്ഥത്തിൽ ആരുടെ മുമ്പിലാണ് മുട്ടുകൾ മടക്കേണ്ടതെന്നും കൈകൾ ഉയർത്തേണ്ടതെന്നും വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട മാത്യു വൈലാമണിലച്ചൻ പറഞ്ഞു തരുന്നത് നമുക്ക് കേൾക്കാം. ദൈവസന്നിധിയിൽ കൈനീട്ടുന്നവന് മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും കൈനീട്ടേണ്ടി വരില്ല. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം, നമ്മളെ മുന്നിലെത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. ദൈവസന്നിധിയിൽ കൈനീട്ടിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു ബൈബിളിൽ, അത് ദാനിയേലാണ്. ദൈവസന്നിധിയിൽ കൈനീട്ടി പ്രാർത്ഥിച്ച ദാനിയേലിന് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വന്നില്ല. എന്താ ഇതിനകത്ത് രഹസ്യം? ദൈവസന്നിധിയിൽ കൈനീട്ടി പ്രാർത്ഥിക്കുന്നവന് ഒന്നിനും മുട്ടുണ്ടാവില്ല, ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 2, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും മുട്ടേ നിൽക്കാൻ പറ്റിയില്ലേലും ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുട്ടേ നിൽക്കണം. എന്താ പ്രത്യേകത എന്നറിയാമോ? ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല. പ്രത്യേകതയാണ്. ഇതെല്ലാം തിയറിയല്ല, പ്രാക്ടിക്കലാണ്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ പലരും നോക്കും നടക്കത്തില്ല. ദാനിയേൽ ജീവിച്ചിരുന്ന സമയത്ത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയ ദാനിയേലിനും മുട്ടുകുത്തിക്കാൻ ആ രാജ്യത്തിലെ രാജാവും ഭരണാധികാരി എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈവൻ സിംഹത്തിന്റെ കൂട്ടിപ്പോലും ദാനിയേൽ മുട്ടുകുത്തിയിട്ടില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവൻ എവിടെയും മുട്ടുകുത്തേണ്ടി വരില്ല. എന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ കടന്നു വന്ന വഴികളിൽ ഞാൻ ദൈവത്തെ കണ്ടു, ദൈവം കരം പിടിക്കുന്നത് അനുഭവിച്ചു. ദൈവം അല്ലാണ്ട് വേറെ ആര് കൈക്ക് പിടിച്ചാലും ഇതുപോലെ മാറില്ലെന്നും എനിക്കറിയാം. പക്ഷെ ബൈബിളിൽ പല സ്ഥലത്തും കൈ ഉയർത്തി പ്രാർത്ഥിച്ച പലരുമുണ്ട്. പഴയ നിയമത്തിൽ മോശ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നിരിക്കുന്നേ? മോശയുടെ കൈ അഹറോനും ഹൂർ എന്ന വ്യക്തിയും ഉയർത്തി പിടിപ്പിച്ച് പ്രാർത്ഥിച്ചു. എത്രയോ വർഷം മുമ്പ്. അന്നു വരെ അറിയായിരുന്നു കരമുയർത്തി പ്രാർത്ഥിക്കുന്നത് ഇത് എൻ്റെ ദൈവത്തോടുള്ള ബന്ധമാണ് ഞാൻ കാണിക്കുന്നത്. ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുത്. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ പഠിക്കണ്ടേ, ആ ജോലി ചെയ്യണ്ടേ, നാളത്തെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കും. നമ്മുടെ ബുദ്ധിയിൽ നോക്കിയിട്ട് നമ്മൾ എന്നും ഇങ്ങനെ തന്നെയാണ്. എന്നാ കേട്ടെ, എൻ്റെ ആശ്രയം ദൈവത്തിലാണ്. ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പം ദൈവം നമ്മളെ എല്ലാവരേക്കാളും മുമ്പിൽ കൊണ്ടുപോയി നമ്മളെ നിർത്തും. നമ്മളെ പലരേക്കാളും മുമ്പിൽ എത്തിക്കുന്നതും നമ്മുടെ കഴിവല്ല, നമ്മുടെ ബുദ്ധിയല്ല. ഒരു കാര്യം കേട്ടെ, കോളേജിൽ സ്കൂളിൽ എല്ലാത്തിനും A+ കിട്ടി, സ്കൂളിൽ വലിയ വിജയം നേടി, അധ്യാപകരുടെ പ്രോത്സാഹനം കിട്ടി, മിടുമിടുക്കനായ മനുഷ്യൻ വിവാഹം കഴിച്ച് 1 മാസം പോലും കുടുംബജീവിതം വിജയിച്ചോടെ ജീവിച്ചില്ല. എല്ലാത്തിനും A+ കിട്ടി, ഇവൻ കുടുംബജീവിതത്തിലും A+ കിട്ടി, വിജയിക്കണ്ടായിരുന്നോ? കോളേജിലും സ്കൂളിലും എല്ലാത്തിനും ടോപ്പായിട്ട് നിന്ന് പലരും ബിസിനസ്സിൽ പരാജയപ്പെട്ടു, വിവാഹ ജീവിതത്തിൽ പരാജയപ്പെട്ടു. എല്ലാവരേക്കാളും മുമ്പന്തിയിൽ എത്തിക്കുന്നത് നമ്മുടെ കഴിവല്ല, അത് തലയ്ക്ക് മുകളിൽ അനുഗ്രഹിക്കുന്ന ദൈവം കൂടെ ഉണ്ടേലേ. ഏലിയായെ കുറിച്ച് ഏലിയ മുൻപിലെത്തി. മനസ്സിൽ പറയേണ്ട ഒരു വാക്കാ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പലർക്കും ദൈവത്തെ അറിയാം, വിശ്വസ്തനായ ദൈവത്തെ അറിയില്ല. എനിക്ക് ദൈവത്തെ അറിയാം, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഞാൻ പുസ്തകം വായിച്ചിട്ട് പലതക്കാർക്ക് അറിയാം. പക്ഷേ അനുഭവം വരുമ്പോഴറിയുന്നത് എന്നെ വിളിച്ച ദൈവത്തിന് എന്തില്ല? മുഖം നോട്ടമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാന്നറിയോ? നമ്മുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാ ഞാനെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ദൈവം തെളിയിക്കും. ദൈവത്തിന്റെ കരം കാണാൻ പറ്റുന്ന കരമാണ്. സങ്കീർത്തകൻ പറയുവാണ്, ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി.